ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അങ്ങാടി പോവാണ്. ഏട്ടനിങ്ങനെ ഇരിക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ, അമ്മേനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ അത് വിശന്നാലെന്ന് വിചാരിച്ച് ഒരു ആപ്പിളൊക്കെ കയ്യിൽ പിടിച്ചു. റോഡിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം എത്തി. അപ്പോൾ അച്ഛൻ വഴിയിലുണ്ടായിരുന്നു. അച്ഛൻ അവിടെ നിന്ന് കയറ്റിയിട്ട് ഞങ്ങൾ നേരെ പോയി. അപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടെന്നാൽ ഫുഡ് കഴിച്ചിട്ട് സാധനം വാങ്ങിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് ഫർസയിലായിരുന്നു. ഫുഡിന് ഓർഡറൊക്കെ കൊടുത്ത് കുറേ നേരം ഇങ്ങനെ പോസ്റ്റായി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഫുഡ് വന്നു. ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ആയിരുന്നു. പിന്നെ അച്ഛനും കണ്ണേട്ടനും ബീഫ് ഓർഡർ ചെയ്തു. അമ്മയ്ക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞ് പൊറോട്ട ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് വെച്ചതാണ് ഇത്. കണ്ണേട്ടൻ ബില്ല് കൊടുക്കാൻ പോയപ്പോൾ അതിൽ നിന്ന് എന്തെടുത്ത് കഴിക്കുന്നതാണ്. അപ്പം ഞാനും പോയി. അപ്പം ജീരകമിട്ടായിരുന്നു, അത് ഞാനെടുത്ത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്ത് നേരെ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഹോട്ടലിനടുത്ത് തന്നെയായിരുന്നു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറേ ദൂരമൊന്നും പോകേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. എന്തൊക്കെ തരം മിഠായികളാണ്, പക്ഷെ അതൊന്നും എനിക്ക് പറ്റുന്നതല്ല. പിന്നെ സോപ്പിൻ്റെയും പിന്നെ കുറേ പലചരക്ക് സാധനങ്ങളും അങ്ങനെയൊക്കെ കുറേ എടുത്തു. പിന്നെ കുറച്ച് ടർക്കിയൊക്കെ എടുക്കാണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. എനിക്കും അങ്ങനത്തെ ഒന്ന് വേണമെന്നാണ്. അപ്പോൾ കണ്ടിട്ട് വേണം കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാമെന്നാണ്. പിന്നെ എൻ്റെ കണ്ടുപോയത് നേരെ ഐസ്ക്രീമിലേക്കാണ്. ഒരു ഐസ്ക്രീം ഞാൻ എടുത്തു. അപ്പോഴേക്ക് കണ്ണേട്ടനുള്ള അവിടെ ബില്ലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബില്ല് കൊടുത്തപ്പോൾ ഞാനൊരു ഫേസ് വാഷും കൂടെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പുറത്ത് നല്ല മഴയായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ കണ്ണേട്ട കാർ എടുത്തും കൊണ്ട് ഫ്രണ്ടിലേക്ക് വന്നു. പിന്നെ അതിൽ കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. നല്ല മഴ ആയതിനെ കൊണ്ട് മെല്ലെയാണ് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എത്ര ഉള്ളൂ ഗൈസ്, ബൈ.